നമ്മുടെ കേരളന്മാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങനെ ബെഡിൽ കിടത്തി ഫുഡ് കൊടുക്കാതെ ഇട്ട് കൊല്ലാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് പോയി ഒളിച്ചും പാത്തുനിന്ന് വെള്ളം കൊടുക്കുക. ഇപ്പൊന്നുമല്ല, കുറെ നാളിന് മുമ്പ് ഇതുപോലെ ഒരു പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കേരളന്മാർ ഒളിച്ചു കൊടുത്തോണ്ടിരുന്ന ഫുഡ് മൊത്തം കൂടെ ഛർദ്ദിച്ച് എന്തുമാത്രം ഫുഡായിരുന്നു എന്നറിയാം. അവരുടെ തൊണ്ടക്കുഴിയിൽ കളക്ട് ചെയ്ത് വെച്ചോണ്ടിരുന്നത് അവരുടെ വയറ്റിലേക്ക് അത് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല. അത് മൊത്തം അന്നനാളത്തിൽ കെട്ടിക്കിടക്കുമായിരുന്നു. അതിനുള്ള മൂവ്മെന്റ്സ് ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട്, ഈ സൊഫാഗസ് വഴി ഇറങ്ങി പോകാനായിട്ട് അതിനൊരു മൂവ്മെന്റ് വേണം. ആ മൂവ്മെന്റ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞായിരുന്നു. ഇത് മൊത്തം ഇങ്ങനെ കളക്ട് ചെയ്ത് കിടക്കുക. അവസാനം അതെല്ലാം കൂടെ അവർ ഛർദ്ദിച്ചു കളഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഒരു കണക്കിന് ക്രൂരതയാണ്. അത്രയും വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന ആൾക്ക് ഫുഡ് പിന്നെ നിർബന്ധിച്ച് കൊടുക്കുക എന്ന് പറയുന്നതും ക്രൂരതയാണ്. കാരണം അവർക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിലീജിയൻ ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ പല ആൾക്കാരും നാട്ടിൽ നിന്ന് വന്നവരും ഭയങ്കര റിലീജിയസ് ആണ്. അവര് ഈ പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട്, ചിലപ്പോൾ പേഷ്യന്റ് എത്തിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എത്തിസ്റ്റ് ആയിരിക്കും. അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ കാര്യം ചെന്നുകൊണ്ട് പറഞ്ഞേക്കരുത്. പലർക്കും പണി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. ദൈവത്തെ ഓർത്ത് ആരും ചെന്ന് റിലേറ്റീവ്സിന്റെ അടുത്ത്, ഇവൻ അവരെ വിശ്വാസികളാണെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അറിവുകൾ അവിടെ ചെന്ന് പറയാതിരിക്കുക.